ഈ ബിംബങ്ങളിലെ ദൈവമുണ്ടോ, ഒളിഞ്ഞിരിപ്പുണ്ടോ? പലരും വിശ്വസിച്ചു പോരുന്നത്, വിശ്വസിപ്പിക്കുന്നത് അങ്ങനെയാണ് അല്ലേ? ഈ ബിംബം നേരിട്ടിറങ്ങി വന്ന് എന്തെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കും. സത്യത്തിൽ ബിംബം എന്നാൽ ബിംബിപ്പിക്കുന്നത്, പ്രതിഫലിപ്പിക്കുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നർത്ഥം. ഒരു ദർപ്പണത്തിലേക്ക്, കണ്ണാടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ തന്നെ സ്വരൂപമല്ലേ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ബിംബിപ്പിക്കുന്നത്. അപ്പോൾ കണ്ണാടി ആണ് ബിംബം. ഇതേപോലെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്ന, അനുഷ്ഠാനിക്കുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള, ആകൃതിയിലുള്ള ദൈവ രൂപങ്ങൾ. അതിലേക്ക് നിങ്ങളുടെ സങ്കല്പശക്തി ഏത് വിധേനയാണോ അതാണ് ബിംബിപ്പിക്കുന്നത്. അതിനുള്ള ഒരു ഒബ്ജക്റ്റാണ് ബിംബങ്ങൾ. സത്യത്തിൽ ഗോഡ് ഈസ് വിതിൻ യു. നിന്റെ ഉള്ളിലുള്ള ദൈവത്തെ റിഫ്ലക്റ്റ് ചെയ്യാൻ ഒരു മാധ്യമമാണ് ബിംബങ്ങൾ. അതല്ലാതെ ആ ബിംബങ്ങളുടെ രൂപത്തിലുള്ള ഒരു ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ രക്ഷിക്കും, നിങ്ങളുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തുകൊള്ളും. അതിനു വേണ്ടിയിട്ട് ആ ബിംബ ആരാധനയിലേക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുന്ന, ശ്രദ്ധിക്കുന്ന, ചിന്തിപ്പിക്കുന്ന രീതിയാണ് അന്ധവിശ്വാസം. അപ്പം ഏത് ബിംബത്തിലൂടെയും നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മശക്തിയെ ഉയർത്തുക, നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ കണ്ടാമിനേഷനെ ക്ലെൻസ് ചെയ്ത് കളയുക, ശുദ്ധീകരിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രതിഫലനാത്മകമായിട്ടുള്ള ബിംബങ്ങൾ. അപ്പം ബിംബങ്ങളിലല്ല ദൈവം, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ദൈവികതയെ റിഫ്ലക്റ്റ് ചെയ്യിക്കാനുള്ള മാധ്യമമാണ്, മീഡിയമാണ് ബിംബങ്ങൾ. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.